ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് മെഡിക്കൽ റെക്കോർഡ്സ് എന്താണ് എന്നുള്ളത് നോക്കാം. സോ ദ മെഡിക്കൽ റെക്കോർഡ് ഇസ് വെയർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഡോക്യുമെൻറ്റ് ഓൾ കെയർ പ്രൊവൈഡഡ് ടു എ പേഷ്യൻറ്റ്. മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഒരു പേഷ്യൻറ്റിന് കൊടുക്കുന്ന സർവീസുകൾ, കെയറിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഡോക്യുമെൻ്റ് ചെയ്യുന്നതിനെയാണ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. In the past, the medical record was used to document diseases, treatments, surgeries, etc. Now, the medical record reflects an emphasis on keeping the patient in good health and preventing disease. So, past-il ഈ ഒരു മെഡിക്കൽ റെക്കോർഡിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് പേഷ്യൻറ്റിനുള്ള ഡിസീസസ്, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്, സർജറീസ് അണ്ടർഗോ ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യലായിരുന്നു. ബട്ട് ടുഡേ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു പേഷ്യൻറ്റിനെ കീപ്പിംഗ് ദം ഇൻ ഗുഡ് ഹെൽത്ത് ആൻഡ് പ്രിവെൻറ്റിംഗ് ഡിസീസസ് ആണ് മെയിൻ എയിം ആയിട്ട് വരുന്നത്. Next paragraph. The paper medical record has been the traditional form of medical record. Its disadvantages are that only one healthcare professional can access it at a time. It can be lost or damaged, and it can take hours or even days to retrieve a patient's past medical records that are stored off-site. This delay can compromise the delivery of quality care. So, ഒരു ട്രഡീഷണൽ മെത്തേഡ് അല്ലെങ്കിൽ പാസ്റ്റിൽ ഈ മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത് പേപ്പർ ബേസ്ഡ് ആയിരുന്നു. സോ അതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് വരുന്നത് അറ്റ് എ ടൈം ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന് മാത്രമേ അത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, പേപ്പർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ അത് ബൈ ടൈം ലൂസ് ആവാനും ഡാമേജ് ആവാനും ഒക്കെ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ടൈം എടുത്താൽ മാത്രമേ, ഇപ്പോൾ ഒരു പുതിയ ഹെൽത്ത് കെയർ പ്രൊഫഷണലിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് ഈ പേഷ്യൻറ്റിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി ഒക്കെ എടുക്കണമെങ്കിൽ ഈ കംപ്ലീറ്റ് പേപ്പേഴ്സും റീചെക്ക് ചെയ്ത് ഒരുപാട് ടൈം എടുക്കേണ്ട ആവശ്യം വരും. സോ അതുകൊണ്ട് തന്നെ ഇത്രയും ടൈം ഡിലേ വരുമ്പോൾ എന്താ, ആ ഒരു കെയറിനുള്ള ഡിലേയും വരും. അതുപോലെ ക്വാളിറ്റി കെയർ, ഇപ്പോൾ ഇമ്മീഡിയറ്റ് കെയർ വേണ്ട ഒരു പേഷ്യൻറ്റിന് റെക്കോർഡ്സ് എല്ലാം നോക്കി വരുമ്പോഴേക്കും ഒരുപാട് ഡിലേ വരുന്നതായിട്ടും കാണാൻ പറ്റും. അതൊക്കെയാണ് ഈ പേപ്പർ ബേസ്ഡ് മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് വരുന്നത്. അതുപോലെ ഇത് സ്റ്റോർ ചെയ്യാനും ഒരുപാട് ഫെസിലിറ്റി ആവശ്യമായിട്ട് വരും. ഇപ്പോൾ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അവിടെ ഒരു 1000 പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഈ 1000 പേഷ്യൻസിൻ്റെയും ഫയൽസ് എല്ലാം കീപ്പ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് സ്റ്റോറേജ് ഏരിയ തന്നെ അതിനായിട്ട് ആവശ്യമായിട്ട് വരും. So most physicians' offices, hospitals and other healthcare facilities have converted some or all their paper medical records to electronic patient records. In those facilities, several healthcare professionals can access the same record at the same time. The record cannot be lost or damaged, and it takes only seconds to retrieve a patient's past medical records. So most physicians' office അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലൊക്കെ ഇപ്പോൾ മെയിനായിട്ടുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലൊക്കെ ഈ പേപ്പർ ബേസ്ഡിൽ നിന്ന് ഇലക്ട്രോണിക് റെക്കോർഡ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരേ ടൈമിൽ മൾട്ടിപ്പിൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് ഈ ഒരു റെക്കോർഡ് ആക്സസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഒരു ഹോസ്പിറ്റൽ കേസ് പറയുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ ഒരു OP നമ്പർ ഉണ്ടാവും, നമുക്കൊരു രജിസ്ട്രേഷൻ നമ്പർ. ആ ഒരു നമ്പർ ആ ഒരു ഹോസ്പിറ്റലിലുള്ള ഏത് ഡോക്ടറിന് പ്രൊവൈഡ് ചെയ്താലും അവർക്ക് നമ്മുടെ കംപ്ലീറ്റ്, അത് നമ്മൾ ഏത് ഡോക്ടർ, ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡോക്ടറിനെ കണ്ടാലും ആ ഒരു റെക്കോർഡ്സ് എല്ലാം നമ്മൾ പാസ്റ്റിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്, അതിന് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ്, എന്തൊക്കെ സർജറീസ്, എന്തൊക്കെ മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ടെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ആ ഒരു റെക്കോർഡിൽ വരും. അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് പേഷ്യൻറ്റിൻ്റെ പാസ്റ്റ് മെഡിക്കൽ റെക്കോർഡ്സ് കളക്ട് ചെയ്യാനും എല്ലാം പ്രോപ്പറായിട്ടുള്ള ഹെൽത്ത് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പേഷ്യൻറ്റിന് ഗുഡ് ഹെൽത്ത് മാനേജ്മെൻറ്റിനൊക്കെ ഉള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. Short narrative notes and checklists are used in many physicians' offices and clinics. These notes usually contain a brief history of the present illness, pertinent or past medical or surgical history, a physical examination, a diagnosis, treatments given, and a follow-up plan. Hospitals have more extensive documentation than physicians' offices. Common documents for a hospitalized patient include the admission history and the physical examination, operative report, and discharge summary.
സോ ഒരു ഫിസിഷ്യൻസ് ഓഫീസ് അല്ലെങ്കിൽ ക്ലിനിക്കിൻ്റെ കേസിൽ നമുക്ക് ഷോർട്ട് നറേറ്റീവ് നോട്ട്സ് ഓർ ചെക്ക് ലിസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അതിലൊരു ബ്രീഫായിട്ടുള്ള ഒരു ഷോർട്ട് ഹിസ്റ്ററി ഓഫ് പേഷ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രസൻറ്റ് ഇൽനെസ് എന്താണ്, അല്ലെങ്കിൽ പാസ്റ്റ് മെഡിക്കൽ കണ്ടീഷൻ, സർജറി ഹിസ്റ്ററി, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫിസിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തത്, ഇപ്പം ഡയഗ്നോസിസ് എന്തൊക്കെയുണ്ട്, ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇനി ഫോളോ അപ്പ് പ്ലാൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ബ്രീഫായിട്ടുള്ള ചെക്ക് ലിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് നറേറ്റീവ് നോട്ട്സ് ആയിട്ടായിരിക്കും കീപ്പ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഒരു ഹോസ്പിറ്റലിൻ്റെ കേസിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കുറച്ചും കൂടി എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റേഷനാണ് ഉണ്ടാവുക. അതിൽ ഹോസ്പിറ്റലിലെ അഡ്മിഷൻ തൊട്ട്, അതായത് ഒരു പ്രോബ്ലം വന്ന് പേഷ്യൻ്റ് അവിടെ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ ആ അഡ്മിഷൻ്റെ ഹിസ്റ്ററി ഉണ്ടാവും, അവിടെ കണ്ടക്ട് ചെയ്ത ഫിസിക്കൽ എക്സാമിനേഷൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഉണ്ടാവും, അതുപോലെ എന്തൊക്കെ ഓപ്പറേറ്റീവ് നോട്ട്സ് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം റിപ്പോർട്ടുകളെല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെ ഡിസ്ചാർജ് ടൈമിൽ അഡ്മിഷൻ തൊട്ട് ഡിസ്ചാർജ് വരെയുള്ള ഒരു സമ്മറിയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ഇനി നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഹെഡിങ്സ് ഇൻ മെഡിക്കൽ ഡോക്യുമെൻറ്റേഷനാണ്. അതായത് ഒരു മെഡിക്കൽ ഡോക്യുമെൻറ്റേഷനിൽ നമ്മൾ മെയിനായിട്ട് കാണുന്ന മെയിൻ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ ചീഫ് കംപ്ലൈൻ്റ് ആണ്. ചീഫ് കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഇസ് ദ മെയിൻ റീസൺ ഫോർ സീക്കിംഗ് മെഡിക്കൽ കെയർ. ഇപ്പോൾ എന്ത് റീസൺ അത് കാരണമാണ് പേഷ്യൻ്റ് ഇപ്പോൾ ഒരു മെഡിക്കൽ കെയറിന് വേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ചീഫ് കംപ്ലൈൻറ്റ്. അപ്പോൾ ഒരുപാട് സിംറ്റംസും ഒരുപാട് കാര്യങ്ങളും ഉണ്ടാവും, ബട്ട് അതിലെ മെയിൻ റീസൺ എന്താണ് എന്നുള്ളതാണ് ചീഫ് കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഇസ് ദ ഹിസ്റ്ററി ഓഫ് പ്രസൻറ്റ് ഇൽനെസ്, ഡീറ്റെയിൽസ് അബൌട്ട് ദി കറൻറ്റ് ഹെൽത്ത് ഇഷ്യൂ ആണ്, ഇപ്പോൾ ഉള്ള ഹെൽത്ത് ഇഷ്യൂവിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. തേർഡ് വൺ ഇസ് ദി പാസ്റ്റ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ഹിസ്റ്ററി, റെക്കോർഡ്സ് ഓഫ് പ്രീവിയസ് ഹെൽത്ത് കണ്ടീഷൻസ് ആൻഡ് സർജറീസ് ആണ് ഈ ഒരു ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ വരിക. നെക്സ്റ്റ് വൺ സോഷ്യൽ ഹിസ്റ്ററി ആൻഡ് ഫാമിലി ഹിസ്റ്ററി, അതായത് ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ കോസ് ചെയ്യുന്നതാവാം, ഹാബിറ്റ്സ് കോസ് ചെയ്യുന്ന കണ്ടീഷൻസ് ആവാം, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ജനറ്റിക്സ് ആയിട്ട് വരുന്ന കാര്യങ്ങളാവാം, ഓക്കെ, ജനറ്റിക്കലി ഇൻഹെറിറ്റ് ചെയ്യുന്ന കാര്യങ്ങളാവാം. അതുപോലെ അപ്പോൾ അതൊക്കെയാണ് ഈ സോഷ്യൽ ആൻഡ് ഫാമിലി ഹിസ്റ്ററിയിൽ വരുന്നത്. സോഷ്യലിൽ വരുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈല്, ഹാബിറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരണം. ഫാമിലി ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഹെറിറ്റ് ചെയ്ത് വരുന്ന കണ്ടീഷൻസ് ആണോ എന്നുള്ളത്. ഫിഫ്ത്ത് വൺ ഇസ് ദ റിവ്യൂ ഓഫ് സിസ്റ്റംസ്, കോംപ്രഹെൻസീവ് സിസ്റ്റം ചെക്ക് ലിസ്റ്റ് ബൈ ബോഡി സിസ്റ്റം. ഇപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ബോഡി ചെക്കപ്പ് ഒക്കെ നടത്തും. അപ്പോൾ അതിലൊരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് അനലൈസ് ചെയ്യുക. അതായത് ഇപ്പോൾ ഏതൊക്കെ ഓർഗൻസിന് എഫക്റ്റഡ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഏതൊക്കെ സിസ്റ്റംസ് എഫക്റ്റഡ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ചെയ്തിട്ടുണ്ടാവും. സിക്സ്ത് വൺ ഇസ് ഫിസിക്കൽ എക്സാമിനേഷൻ വിച്ച് ഫൈൻഡിങ് ദ ഡോക്ടേഴ്സ് എക്സാമിനേഷൻ ആണ്. ഒരു ഡോക്ടറിൻ്റെ ഒരു എക്സാമിനേഷനിലുള്ള ഫൈൻഡിങ്സ് ആണ് അതിലുണ്ടാവുക. നെക്സ്റ്റ് സെവൻത്ത് വൺ ഇസ് ലബോറട്ടറി ആൻഡ് എക്സ്റേ ഡേറ്റ ആണ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് റിസൾട്ട്, അതായത് ഇപ്പോൾ നമുക്ക് ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, അങ്ങനെ പല ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവും. എക്സ്റേസ് ആവാം, സ്കാനിങ് ആവാം, അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതിൻ്റെയൊക്കെ ടെസ്റ്റ് റിസൾട്ടുകളാണ് പറയുന്നത്. എയ്ത്ത് വൺ ഇസ് ഡയഗ്നോസിസ് വിച്ച് ഇസ് ഐഡൻറ്റിഫൈഡ് മെഡിക്കൽ കണ്ടീഷൻസ്. ഡയഗ്നോസിസ് എന്ന് പറയുന്നത് കുറേ സിംറ്റംസ് ഒക്കെ ഉണ്ടാവും, ബട്ട് അതിനൊരു പ്രൈം റീസൺ ഉണ്ടാവും. സോ ആ ഒരു ഫിസിഷ്യൻ ഫൈനലി ഇതാണ് റീസൺ, അല്ലെങ്കിൽ ഇതാണ് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നതിനെയാണ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. സോ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഡയഗ്നോസിസ് എന്താണോ എന്നുള്ളത്. നയൻത്ത് വൺ ഇസ് ഡിസ്പോസിഷൻ, ദാറ്റ് ഈസ് പ്ലാൻ ഓർ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോർ ദി പേഷ്യൻറ്റ്. പേഷ്യൻറ്റിന് ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഡിസ്പോസിഷനിൽ വരുന്നത്. Medical records, whether paper-based or electronic, are essential tools for providing quality, efficient and patient-centered healthcare. അപ്പോൾ ഈ മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ മെയിൻ ഉദ്ദേശം, അതിപ്പോൾ പേപ്പർ ബേസ്ഡ് ആയാലും ഇലക്ട്രോണിക് ആയാലും ഇലക്ട്രോണിക് ആയാലും ഫങ്ഷനിങ് ഒരുപോലെ തന്നെയാണെങ്കിലും നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് പ്രൈം എയിം എന്ന് പറയുന്നത് ക്വാളിറ്റി, എഫിഷ്യൻറ്റ് ആൻഡ് പേഷ്യൻറ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള, ഓരോ പേഷ്യൻറ്റിനും ഓരോ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആയിരിക്കും ആവശ്യമായിട്ട് വരിക. സോ അത് കോൺസെൻട്രേറ്റ് ചെയ്തുള്ള ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. So thank you so much for watching. If you like the video, please do like, subscribe and comment. Thank you.